എന്തോ എന്റെ തകിലോമൻ, ഇനി നമ്മുടെ സ്നേഹത്തിന് ആര് തടസ്സമായി നിന്നാലും നിന്റെ അച്ഛനായാൽ പോലും ഞാൻ അവനെ തട്ടും. അങ്ങനെ സംഭവിച്ചാൽ അച്ഛന്റെ മരണത്തിൽ നീ വേദനിക്കുകയോ എന്നോട് സ്നേഹക്കുറവ് കാണിക്കുകയോ ചെയ്യരുത്. അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് സസ്നേഹം, നിന്റെ സ്വന്തം നാദസ്വരൻ. അപ്പച്ചി, ആരോ പരിപാടിക്ക് വിളിക്കാൻ വന്നിരിക്കുന്നു. ആ ഏതോ ഒരു അണ്ണാച്ചിയാ. എനിക്ക് മനസ്സിലായില്ലല്ലോ. வயிற்றில் பிறந்த குழந்தை தெரியவில்லை தாயே. நான் தான் கோலப்பன். ചേട്ടാ, അങ്ങോട്ടേക്കോ ഇങ്ങോട്ട് ഓടി വന്ന് നമ്മുടെ മോൻ കോലപ്പൻ വന്നിരിക്കുന്നു. ഇവരെയാണ് നല്ല കൂത്ത ഓമല്ലൂർ അമ്മാവനെ നീ തായ് മാമനാ. പരദേശത്ത് പോയപ്പോ മലയാളവും പോയോ മോനെ? நான் போயிட்டு 18 வருஷம் ஆகல தாயே. அதனால மலையாளம் கொஞ்சம் கொஞ்சம் தான் தெரியும். ஆமா, என் அன்புடைய தம்பிங்க മനക്കെ പോയിരിക്കാ മോനെ. നീ താലപ്പള്ളിക്ക് വരേണ്ടിയിരുന്നു. ഇത് മനക്കിലെ അമ്മാവുക്കും തമ്പിക്കും കുഴന്തകൾക്കൊക്കെ സൗഖ്യം തന്നെ? എല്ലാവർക്കും സുഖമാണ്. ആ മഹേശ്വരി കുഞ്ഞമ്മയാ അടുത്ത അമ്മ. ഇല്ല, കുഞ്ഞമ്മെങ്കിലേ കോളേജ് പഠിക്കുന്നു. കൊലപ്പ നിന്നെ ആദ്യം കണ്ടപ്പോ എനിക്ക് അടയാളം മനസ്സിലായിട്ട് ചേച്ചി കണ്ടിട്ട് സൂര്യൻ ഉദിച്ചു വന്നിരിക്കും പോലല്ലേ വന്നിരിക്കുന്നത്. ചെല്ലപ്പാ, നിന്റെ കരുനാക്ക് വായി കിടക്കണം. മോനിങ്ങി പോരാ. കടുക് ദൃഷ്ടിദോഷമാണ്. അങ്ങനെ പാട പാടാ പാട്ടോ. അയ്യോടാ, അവളെ നീ അറിയത്തില്ലയോ? നമ്മുടെ പുഷ്പമല്ലേ, നിന്റെ പുറപ്പെടല്ലയോ? അമ്മുക്കുട്ടാ വരണേ. புஷ்பவல்லி, உனக்காகத்தான் நான் வந்தேன். இல்ல, சத்தியமா உனக்காகத்தான் வந்தேன். മോനെ കോലപ്പാ. என்ன தந்த? ഇതാണ് നിന്റെ അനിയൻ വേലപ്പൻ. அப்படியா தம்பி? வேலப்பா பெரியண்ணா. അടിയാ, ഇപ്പോഴാണ് എന്റെ മനസ്സ് തണുത്തത്. അതെന്താണ് അടിയ? കൊലപ്പാ, നിന്നെ കാണാൻ ഈ പുഷ്പവല്ലി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. உண்மையா? நானும் உனக்காகத்தான் வந்தேன். അടിയാ, നമുക്കിനി ഒട്ടും താമസിക്കരുത്. ഇവരുടെ വിവാഹം ഉടനെ നടത്തണം. ஆமா, எனக்கு அவளை அழைச்சிட்டு தெങ്காசிக்கு போனோம். அப்படியா? എന്നാ നോക്ക്, നിന്റെ അടുത്ത് ചില സംഗതികൾ എനിക്ക് പറയാനുണ്ട്. ചില സംഗതികൾ പറയാനുണ്ട്. പാ 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 പാ. അച്ഛാ, പുഷ്പ അവനാടാ മൂത്തത്, അവനാണ് അതിന്റെ അവകാശി. നീ അവളെ അങ്ങ് മറന്നേരെ. എന്നാലും എന്റെ പുഷ്പ, നീ എന്നോട് ഈ ചതിവ് കാണിച്ചല്ലോ. ഇന്നെന്താ പഠിക്കാൻ വരാത്തത്? ആ, എന്റെ അഭിപ്രായങ്ങളൊന്നും ഇന്നെനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. എനിക്ക് ഇഷ്ടമാണ്, അഭിപ്രായങ്ങളല്ല. പിന്നെ വേണിച്ചേട്ടന്. അയ്യോ, തുടരുത്. എന്നോട് അത്രയ്ക്ക് വിരോധമാണ്. ആ, സത്യം പലർക്കും കയ്ക്കും. ഞാൻ മഹേശ്വരിയെ പറ്റി പറഞ്ഞത് സത്യമാണ്. നല്ലൊരു ജീവിതത്തെ നിങ്ങളൊക്കെ കൂടി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നശിപ്പിക്കുകയാണ്. അടുത്ത അമ്മ മഹേശ്വരി ചേച്ചിയാണ്. അതിൽ കൂടുതൽ ഒരു ഭാഗ്യം ചേച്ചിക്ക് വരാനില്ല. സ്വയം നശിക്കുന്നതാണ് ഭാഗ്യം. ഇന്ദിരേ, ആ പെണ്ണ് സ്ത്രീ സഹജമായ തന്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ പാരമ്പര്യത്തിന്റെ പേരിൽ അമർത്തി വെച്ചിരിക്കുകയാണ്. അവളുടെ ഹൃദയ വ്യാപാരങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇന്ന് പരിത്യാഗിയായി കഴിയുന്ന
പൂജാരിണി അമ്മയുടെ ഹൃദയത്തിൽ പോലും എത്ര മോഹങ്ങൾ മരിച്ചു കിടക്കുന്നുണ്ടാവും. ക്ഷമിക്കണം ചേട്ടാ, അത് ഞങ്ങളുടെ പാരമ്പര്യവും വിശ്വാസവുമാണ്. ഞാൻ പോകുന്നു. നിരേ, ചേച്ചിയെ കുറിച്ചുള്ള വർത്തമാനം നമുക്ക് നിർത്താം. നിർത്തിയിരിക്കുന്നു. പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു. ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. സമരമായിരിക്കും. ജീവിതം തന്നെ ഒരു സമരമല്ലേ? അതിലെല്ലാവർക്കും ജയിക്കുകയും വേണം. അത് സാധിക്കുമോ? അതെ, വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതിവിടെ വെച്ച് പറ്റില്ല. പറ്റിയാലും വേണ്ട. ആട്ടെ, ഇന്ന് വൈകിട്ടെങ്കിലും വീട്ടിലേക്ക് വരുമോ? നാളെയോ? അപ്പൊ വരെയില്ലേ? വരും. എന്ന്? 4 ദിവസം കഴിഞ്ഞു വരാം. ഐശ്വര്യമുള്ള അമ്മുക്കുട്ടന്റെ കൈയോട് തന്നെ കൊളുത്തിയാലേ. കൊളുത്തിക്കോ. ആ വെടിക്കെട്ടുകാരൻ പറഞ്ഞത് കേട്ടോ, കൊളുത്തിക്കോന്ന് വിരാക്തം വെച്ച് പറഞ്ഞതാ. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. നീ എത്രയോ കൊളുത്തിയാ. നീ കൊളുത്തിയാലേ ധൈര്യമായിട്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ മൂത്ത മകന്റെ പുതിയ വാദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കണം. പക്ഷെ വായിക്കുന്ന കുഴലേ 2 തുണ്ടവാ. അത് നമ്മുടെ അമ്പലത്തിൽ പറ്റുകയില്ല. അമ്പലം തന്റെ വകയല്ല, പൂജാരിനിയമ്മയുടെ തറവാട്ട് വകയാ. വേണാട്ടടികളെ, നാടുകാണ കാലത്ത് മേളത്തിന്റെ ഊഴം തുല്യം ചേർത്ത് തന്നിട്ടുള്ളതാണോ ഞങ്ങൾക്ക്? അത് നാദസ്വരത്തിനാവേ, ഇതിനല്ല. ഇത് സായിപ്പിന്റെ സാധനമാ, കാർനട്ട്. அப்படியானா நீங்க வெடிக்கட்டு சமாளிக்கணும். சாய்பிന്റെ സമാനം தான் ഇംഗ്ലീഷ് പറയുന്നത്. കേട്ടോ അച്ഛാ, എന്റെ അഭിപ്രായത്തില് ഇത് അമ്പലത്തിൽ വായിക്കുന്നത് ദോഷമാണെന്നാ എനിക്ക് തോന്നുന്നു. അതാ അതിന്റെ ശരി. ഇത് വായിക്കാതിരുന്നാലാണ് അമ്മാവ ദോഷം. ആ സ്വരങ്ങൾ ഇപ്പോഴും എന്റെ ചെവിക്കകത്ത് കിടന്ന് മുഴങ്ങുന്നു. എന്റെ മകനെ കൊണ്ട് അമ്പലങ്ങളെ ഞാൻ അത് വായിപ്പിക്കും. ഉടനെ ഞാൻ കരുണായിക്ക് തീയും കൊടുത്തു. ഈ കമ്പക്കാരന്റെ ഉടപ്പതിനാ മുഴുവൻ അസൂയ. നാട്ടുകാരെ, എന്റെ മകൻ ഈ വാദ്യം അമ്പലത്തിൽ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? എങ്കിൽ ഞാൻ എന്റെ മകനെ 1 ദിവസം കൊണ്ട് നാശനം പഠിപ്പിച്ച് നാളെ ഞാൻ അമ്പലത്തിൽ നാശനം വായിപ്പിക്കും.